ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും 6 കപ്പ് കേക്കും ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് കേക്കാണ്. ബേബീന്റെ ഡ്രസ്സിന്റെ കളർ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 3 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ സുർക്ക ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നാക്കി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കേക്കിലേക്ക് ആവശ്യമായ ഫ്ലോർ മിക്സ് അരച്ചെടുക്കാം. 1 കപ്പ് മൈദ, അതിൽ നിന്ന് 5 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെക്കുക. എന്നതിന് ശേഷം അതിലേക്ക് 5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവ നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക. അരിച്ചു വെച്ചിരിക്കുന്ന ഫ്ലോർ മിക്സ് കുറേശ്ശെയായിട്ട് എഗ് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കേക്ക് ബാറ്റർ നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം 5 ഇഞ്ച് മോൾഡിൽ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം 45 മിനിറ്റിൽ 140 ഡിഗ്രിയിൽ ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി നമുക്ക് 6 കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. 6 കപ്പ് കേക്കിലേക്ക് 1 മുട്ടയാണ് എടുത്തത്. 1 മുട്ടയും 1/2 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ സുർക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഫ്ലോർ മിക്സ് റെഡിയാക്കിയെടുക്കാം. 1/4 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവ മൂന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. എഗ് ബാറ്ററിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കപ്പ് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കപ്പ് കേക്കിൻ്റെ 6 മോൾഡ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കപ്പ് കേക്കിൻ്റെ പേപ്പർ വിരിച്ചു കൊടുക്കുക. കപ്പ് കേക്കിൻ്റെ മോൾഡിൽ പകുതി ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കി ബേക്ക് ചെയ്ത് വരുമ്പോൾ പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. 45 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഫ്രോസ്റ്റിങ്ങിലേക്ക് കിടക്കാം. കേക്കിൻ്റെ മുകളിലെ വശം കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 3 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നില്ല. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസിലൊക്കെ ഉണ്ട് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ കേക്ക് ബോർഡിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ കേക്ക് വെച്ച് ചെറി സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് ക്രീം സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രോബെറി ക്രഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ചെറി ഇട്ട് കൊടുക്കുക. പിന്നെ ബ്ലാക്ക് ചോക്ലേറ്റ് അതും ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്ത ലെയർ വെക്കുക. അതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നതിന് ശേഷം ക്രം കോട്ട് ചെയ്ത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ നമ്മളോട് പറഞ്ഞത് ബേബീൻ്റെ ഡ്രസ്സിൻ്റെ കളറാണ്. അതിന് വേണ്ടിയിട്ട് പർപ്പിൾ കളർ നമ്മൾ 4 ഡ്രോപ്സ് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 15 മിനിറ്റിന് ശേഷം കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇനി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കുക. ഇനി കേക്ക് ഡെക്കറേഷന് വേണ്ട ബ്ലാക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഡബിൾ ബോയിൽ ചെയ്ത് വെക്കുക. അതിലേക്ക് 2 ഡ്രോപ്സ് പർപ്പിൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുക.
ഒരു OHP ഷീറ്റ് എടുത്ത് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി ഇങ്ങനെ ഒരു ഡിസൈൻ ആദ്യം കൊടുക്കുക. അതിനുശേഷം ബ്ലാക്ക് ചോക്ലേറ്റ് എടുത്ത് അതിന് മുകളിൽ തന്നെ എല്ലാ വശത്തും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. സ്പാച്ചില വെച്ച് ഒരു ഗ്യാപ്പും ഇല്ലാത്ത രീതിയിൽ ഒന്ന് ലെവലാക്കി ചെയ്തെടുക്കുക. ഒരു 15 മിനിറ്റ് പുറത്ത് വച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെക്കുക. നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞ്. അപ്പം നമ്മുടെ കപ്പ് കേക്ക് ഫുള്ളായിട്ടൊന്ന് ക്രീം വെച്ച് ഫില്ല് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം ഒരു നോസിലെടുത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് എടുത്ത് കേക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. താഴെ സ്റ്റാർ നോസിൽ വെച്ച് ഒരു ഡിസൈൻ കൊടുത്ത് എന്നതിന് ശേഷം ഒരു ഒറിയോ ബിസ്ക്കറ്റിൽ ടൂത്ത് പിക്ക് വെച്ച് കുത്തി ഒരു നോസിൽ ഉപയോഗിച്ച് റോസറ്റ വരച്ചു കൊടുക്കുക. അങ്ങനെ 2 എണ്ണം ചെയ്തെടുക്കുക. എന്നതിന് ശേഷം കേക്കിന്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം ഹാപ്പി ബർത്ത്ഡേന്റെ ടോപ്പറും വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിന്റെയും കപ്പ് കേക്കിന്റെയും വർക്ക് ഫിനിഷായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.